ഞാൻ പറഞ്ഞില്ലേ അടിപൊളിയാണ്. അപ്പൊ വിശ്വാസായില്ലേ? ചെറുതായിട്ട് ചെറുതായിട്ട്. ഇപ്പൊ ഒരു 2-3 ദിവസം കൊണ്ട് ഒരു ഓയിൽ തേച്ച് അതിൻ്റെതായിട്ടുള്ള ഒരു എഫക്ട് നമുക്ക് കിട്ടണമെങ്കിൽ അത്രയ്ക്ക് എന്താ കൈ ഗുണം ഉണ്ടാവണം. 2 ദിവസം തേച്ചപ്പോ തന്നെ നല്ല എഫക്ട്സ് ഉണ്ട്. അതെ, താര ഓയിൽ അടിപൊളിയാണ്, മുടി വളർന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇത് തോന്നിയത് എന്റെ നെറ്റി ഞാൻ കുറച്ച് കയറുന്നുണ്ടായിരുന്നു. അപ്പൊ ആടെയെല്ലാം ബേബി ഹെയർസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു ബോട്ടിൽ കൊണ്ട് വേണ്ടി വരും, ഞാൻ പറയാം കേട്ടാ. എല്ലാവർക്കും മുടി കൊഴിച്ചിലൊക്കെ നിന്നൂന്ന്. അതെ. അപ്പൊ ആ എണ്ണയ്ക്ക് നല്ല ചെലവുണ്ടാവും. നല്ല പിന്നെ റിസൾട്ടാണ്. മോക്ക് താരനും കാര്യങ്ങളും കുറവുണ്ട്. തലയിൽ ഭയങ്കര ചൊറിച്ചിലുണ്ടായിരുന്നു, അതെല്ലാം കുറവുണ്ടെന്നാണ് മോള് പറഞ്ഞത്. അപ്പൊ അത് ഇനിയും വേണമായിരുന്നു. ഭയങ്കര ഫ്രിഡ്ജായിട്ടുള്ള ഒരുപാട് മെല്ലെ പറഞ്ഞിട്ടെ. ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. അപ്പം ഒരുപാട് ഇവിടുത്തെ വെള്ളത്തിന്റെ ഒക്കെ ആയിട്ട് ഹെയർ ഫോളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ആ കുട്ടിയെ ബാംഗ്ലൂരായിരുന്നു. അപ്പൊ അവിടെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നമായിട്ട് മുടിയൊക്കെ ആകെ ഫ്രിസി ആയിട്ടുണ്ടായിരുന്നു. മുടി ഫ്രിസി അതൊക്കെ അറിയില്ല. പിരി ആയിട്ടുണ്ടായിരുന്നു. അതെ, പെരിപെരിയാ. അതൊക്കെ ഈ എണ്ണ തേച്ചപ്പോ നല്ല സിൽക്കി ആയിന്ന്. മുടി കൊഴിച്ചിലൊക്കെ നിന്നൂന്നൊക്കെ പറയാ. താരൻ മാറിയെന്ന് പറയാ. കാലം മാറിപ്പോയി. കാലമല്ല, താരൻ. താരൻ കാലം മാറിപ്പോയി. ഏറ്റാണ്ട കുട്ടി കാട്ടണോ? അപ്പോ അത് പഞ്ഞയുടെ കേട്ടോ അച്ഛന്മാരെ അതിനെന്താ പിടിച്ചാ കേട്ടോ. നല്ല നല്ല അഭിപ്രായം കേട്ടില്ലേ മുത്തശ്ശീന്റെ എണ്ണക്ക്? ഇനിയും ഉണ്ടാവും നല്ല എണ്ണ. ഇനിയും കാച്ചു. ഇല്ല, 4 കുപ്പിയുള്ളൂ. നീ 4 കുപ്പിയുള്ളു കൊണ്ടുപോവാൻ. ബാക്കിയൊക്കെ കൊണ്ടുപോയി. ബാക്കി കഴിഞ്ഞു. ഇനി ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. മുത്തശ്ശി ഉണ്ടാക്കില്ലേ? കഴിയണതും ചെയ്യൂ. ആ എണ്ണേനെ പവർ എങ്ങനെയുണ്ട് ഇപ്പോ? അതിൽ ഇനിയും ഉണ്ട്. ഇവിടെ മുകളില് പറിച്ചുണ്ടോന്ന് കൂട്ടാൻ. അത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോ കൂട്ടാം. കഞ്ഞുണ്ണിയൊക്കെ എത്രയാണ് ഉണ്ടായി കൂട്ടിക്കുന്നത്. ഇനിയും കുറെ ആൾക്കാരുടെ റിവ്യൂസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി നമ്മള് വീഡിയോ കോളായിട്ടും ഒക്കെ ആൾക്കാർ വിളിച്ച് പറയാറുണ്ട് അവരെ മുടി കൊഴിച്ചിൽ തിന്നതിന്റെ സന്തോഷവും. നല്ലതാണ്, അത് നല്ലതാണ്. ഇവരെന്തോന്ന് പറയാൻ സമ്മതിക്കാത്തെ? താരൻ മാറിന്റെ സന്തോഷമൊക്കെ നേരിട്ട് വിളിച്ചിട്ടും പറയാറുണ്ട്. കുറെ എണ്ണം ഇങ്ങനെ ഓഡിയോ മെസ്സേജ് ആയിട്ട് വരുമ്പോ ഞാൻ എടുത്തു വെക്കുന്ന കേട്ടോ. ചിലത് മെസ്സേജ് ആയിട്ട് വരും, അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറുണ്ട്. ഒക്കെ ഞാൻ പതുക്കെ ഒരു ദിവസം ഒക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ തിരക്ക് കാരണം പറ്റുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മള് കുറച്ച് ഓഡിയോ നമുക്ക് ഇവിടെ കാച്ചണേലും അത് പറിച്ച് കൊണ്ടുവന്ന് ചതച്ചിട്ട് ഇച്ചിയിലൊന്ന് ശീശി നാക്കിയാൽ മതി. എന്നാ അത് പിഴിയണം, പിഴിഞ്ഞെടുക്കണം. നെയ്ര് ചണ്ടിയിടരുത്. ചണ്ടിയിട്ട വെളിച്ചെണ്ണ തീർന്നു പോകും. വെളിച്ചെണ്ണ കുടിക്കും, അതറിയോ? നമ്മളിതിലേക്ക് പിഴിയാ പരിപ്പയിലേക്ക്. എന്നിട്ട് അത് ഉണ്ടാക്കിയാല് നല്ല പച്ച നിറാവും എണ്ണ.